മികച്ച സ്കൂൾ കെട്ടിടം, വിശാലമായ ക്ലാസ് മുറിയും കമ്പ്യൂട്ടർ സൗകര്യങ്ങളും. പക്ഷേ പേരാമ്പ്ര വെൽഫെയർ സ്കൂളിൽ പഠനത്തിനെത്തുന്നത് 12 കുട്ടികൾ മാത്രം. ഇതിൽ 11 പറയ വിഭാഗത്തിൽപ്പെട്ടവർ. 1957 തുടങ്ങിയ സ്കൂളിൽ 200ഓളം കുട്ടികൾ പഠനം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പറയ വിഭാഗം ഒഴികെയുള്ള ജാതികളിൽപ്പെട്ടവർ കുട്ടികളെ സ്കൂളിൽ ചേർക്കാതായി. വിദ്യാഭ്യാസ പ്രവർത്തകർ കുട്ടികളെ തേടി വീടുകളിലെത്തിയപ്പോഴാണ് പറയ കുട്ടികൾക്കൊപ്പം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ മടിക്കുന്നതായി വ്യക്തമായതെന്ന് നാട്ടുകാരൻ വേണു പറയുന്നു. അവർ തുറന്നു പറഞ്ഞു, പറയ വിഭാഗത്തിലെ കുട്ടികളെ പഠിക്കുന്നതുകൊണ്ട് അവിടെ ചേർക്കാൻ പറ്റില്ല. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മറ്റ് ജാതിയിൽപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ രഘുദാസും സാക്ഷ്യപ്പെടുത്തുന്നു. ആളുകളെ സമീപിച്ചെങ്കിലും ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ എന്താണെന്നറിയില്ല, മാനസികമായിട്ട് അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും ആരോപണമുണ്ട്. കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റാനുള്ളതാണ് വിദ്യാഭ്യാസമെന്നാണ് സങ്കല്പം. എന്നാൽ സാക്ഷര കേരളം ഒരു സ്കൂളിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. പേരാമ്പ്ര ഗവൺമെൻറ് വെൽഫെയർ സ്കൂളിൽ നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്. പാഠം 1 പരാധീനത എന്ന സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്താ പരമ്പരയിൽ കോഴിക്കോട് നിന്ന് KM ഷഹീദ് നൽകിയ റിപ്പോർട്ടാണിത്. പൊതുബോധം പറയപ്പള്ളിക്കൂടം എന്ന് മുദ്രകുത്തിയതിനാൽ ജാതി വിവേചനത്തിന് ഇരയായ പേരാമ്പ്രയിലെ സ്കൂൾ. എന്നാൽ ഷഹീദ് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് അടയാളം പറഞ്ഞു തുടങ്ങുകയാണ്. ഇരയാക്കപ്പെടുന്ന സ്കൂളുകളാണ് ഈ ലക്കമടയാളത്തിൻ്റെ പ്രമേയം. പറയക്കുട്ടികൾ പഠിക്കുന്നതിനാൽ മറ്റ് മതജാതി വിഭാഗത്തിൽപ്പെട്ടവരൊന്നും പേരാമ്പ്ര വെൽഫെയർ LP സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചില്ല. ഈ ഒറ്റയാകലിനെ പറയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ എങ്ങനെ ജീവിതം കൊണ്ട് നേരിട്ടു? അവരുടെ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? അവരുടെ കോളനികൾ ദ്വീപുകളായി മാറുന്നു? ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു ചെന്നാൽ കണ്ടെത്താം ജാതിഭ്രാന്തിൻ്റെ രോഗാണുക്കൾ ഇപ്പോഴും കേരളീയ മസ്തിഷ്കത്തിൽ കിടന്ന് പിടയ്ക്കുന്നത്. മികച്ച സ്കൂൾ കെട്ടിടം, വിശാലമായ ക്ലാസ് മുറിയും കമ്പ്യൂട്ടർ സൗകര്യങ്ങളും. പക്ഷേ പേരാമ്പ്ര വെൽഫെയർ സ്കൂളിൽ പഠനത്തിനെത്തുന്നത് 12 കുട്ടികൾ മാത്രം. ഇതിൽ 11 പറയ വിഭാഗത്തിൽപ്പെട്ടവർ. പറയ വിഭാഗത്തിൽ ജനിച്ചു പോയതിനാൽ അക്ഷരങ്ങൾക്ക് മുന്നിൽ പോലും ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ താമസിക്കുന്നത് ഇവിടെയാണ്. പറയക്കുടി എന്ന് നാട്ടുകാർ അധിക്ഷേപസ്വരത്തിൽ വിവക്ഷിക്കുന്ന കോളനി. ഈറ്റ കൊണ്ട് കുട്ടയും വട്ടിയും മുറവും നെയ്ത് ഉപജീവനം കണ്ടെത്തുന്നവർ. തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നതിനാൽ പേരാമ്പ്ര വെൽഫെയർ LP സ്കൂൾ തന്നെ ജാതി വിവേചനത്തിന് ഇരയാകുന്നുവെന്ന് അമ്മമാർ വേദനയോടെ അറിയുന്നു. നാളെ ഒരു സമുദായം തന്നെ ഒറ്റപ്പെടലല്ലേ ഇവിടുന്ന്? അതല്ല, ഇത് സ്കൂളാരുണ്ടോ? വെൽഫെയർ സ്കൂളായ നാളെ സമുദായം അല്ലാണ്ട് വേറൊരു മക്കളെ ചേർത്തിയില്ല. നാളെ പറയാൻ കൊണ്ട് ചേർത്തിയില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ നാളെ ഭാഷ പഠിക്കൂ, നാളെ കുട്ടികളെ സ്വഭാവം പഠിക്കൂ, അതൊക്കെ ചേർക്കാതെ. ജാതി പറഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മാറ്റി നിർത്തുമ്പോൾ അധിക്ഷേപത്തിന്റെ കൂരമ്പുകൾ പതിക്കുന്നത് ഈ അമ്മ മനസ്സുകളിലാണ്. നാളെ കുട്ടികൾ വൃത്തി ഉണ്ടായില്ല, മണക്കും, അതൊക്കെ അന്ന് ഞാൻ ഇവിടുത്തെ ചേർക്കാതെ കുട്ടികളെ വേറൊരു കുട്ടികളെ ഇവിടെ ചേർക്കില്ല. നാളെ നല്ല വൃത്തിയോടെ പറഞ്ഞാക്കുന്നത്. രാവിലെ കുളിപ്പിക്കുക, വൈകുന്നേരം വന്നിട്ട് കുളിപ്പിക്കുക, എല്ലാം ഞാള് വേറെ സമുദായം എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാളും ചെയ്യലുണ്ട്. അതൊക്കെ ഒരു കറുപ്പ്. ഒരു LP സ്കൂളിന്റെ അംഗബലം 200-ൽ നിന്ന് 12 കുറയാൻ കാരണം അവിടെ കറുത്തവന്റെ കുട്ടികൾ പഠിക്കുന്നതാണ്. അതായത് കേരളത്തിന്റെ സാംസ്കാരിക യുദ്ധങ്ങളെല്ലാം കാലപ്പഴക്കത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എല്ലാ വീടാന്തരം കയറിയപ്പോൾ ഉണ്ടായൊരവസ്ഥ എന്ന് വെച്ചാൽ, ഒരു പറയ സമുദായത്തിലെ കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് അവരെ സ്വഭാവവും അവരെ രീതികളൊക്കെ ആയി മാറും എൻ്റെ കുട്ടികൾ എന്ന രീതിയാണ് അമ്മമാരൊക്കെ സംസാരിച്ച്, രക്ഷാകർത്താക്കളൊക്കെ സംസാരിച്ചത്.
ഒരു ജാതീയമായിട്ട് തന്നെ ഇന്നും കാണുന്നു ഈ സ്കൂളിനെ. ശരിക്കും ആ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് വെൽഫെയർ സ്കൂളാണെങ്കിലും ഇന്ന് ജനങ്ങളെ ഉള്ളിൽ പറയപ്പെടുന്ന പേര് പറയമാര സ്കൂൾ എന്നുള്ളതാണ്. കുട്ടികൾ ഇല്ലാണ്ടാവുന്നിടത്ത് സ്കൂൾ എടുക്കപ്പെട്ടു പോകുമെന്നുള്ളതാണ്. മറ്റു സമുദായത്തിലെ കുട്ടികളും കൂടെ അവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്കും നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ടാവും. മറ്റു കുട്ടികൾ ചേർത്തിക്കില്ലെങ്കിൽ ഞങ്ങളെ കുട്ടികൾ മാത്രം പഠിച്ച് വളരുന്നൊരു സിറ്റുവേഷനായിപ്പോയി. 1957 തുടങ്ങിയ സ്കൂളിൽ 200ഓളം കുട്ടികൾ പഠനം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പറയ വിഭാഗം ഒഴികെയുള്ള ജാതികളിൽപ്പെട്ടവർ കുട്ടികളെ സ്കൂളിൽ ചേർക്കാതായി. വിദ്യാഭ്യാസ പ്രവർത്തകർ കുട്ടികളെ തേടി വീടുകളിലെത്തിയപ്പോഴാണ് പറയ കുട്ടികൾക്കൊപ്പം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ മടിക്കുന്നതായി വ്യക്തമായതെന്ന് നാട്ടുകാരൻ വേണു പറയുന്നു. അത്രയും സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും കമ്പ്യൂട്ടറുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യവും മറ്റൊരു സ്കൂളിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഉയർച്ചയുള്ള ഒരു സ്കൂളാണ്. പക്ഷേ വിദ്യാർത്ഥികളില്ലാത്ത ഒരൊറ്റ പോരായ്മകൾ മാത്രമാണ്. അത് ജാതിയുടെ പേരിൽ മാത്രമാണ്. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മറ്റ് ജാതിയിൽപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ രഘുദാസും സാക്ഷ്യപ്പെടുത്തുന്നു. ആളുകളെ സമീപിച്ചെങ്കിലും ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ എന്താണെന്നറിയില്ല, മാനസികമായിട്ട് അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്താണെന്നറിയില്ല, മാനസികമായിട്ട് അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം. മാഷ് കുറേ കുട്ടികളെ വേണ്ടി കുറേ സ്ഥലത്തെല്ലാം പോയതാ, എന്നിട്ടും കൊടുത്തിക്കില്ല കുട്ടികളെ പഠിപ്പിക്ക് വേണ്ടി. അതിൻ്റെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടുത്തെ സ്കൂളുള്ള. ഞങ്ങൾ പഠിക്കുന്ന നേരത്തെ ഇങ്ങോട്ടൊന്നുമില്ല. ഇപ്പം നല്ല സൗകര്യം, എന്തൊക്കെ സൗകര്യങ്ങളാ, വെറുതെ എല്ലാം കിട്ടുന്നുണ്ട് സൗജന്യമായിട്ട്. എന്നിട്ട് കുട്ടികളെ ആക്കുന്നുണ്ട് ഇവിടുന്ന്. ഞാൾ മാത്രം ഞാളൊരു സമുദായത്തെ മാത്രം. പിന്നിട്ട സാംസ്കാരിക പന്ഥാവുകളെ അസാധുവാക്കി കേരളം പിന്നോട്ട് നടക്കുന്നതിൻ്റെ സാക്ഷ്യസ്തൂപമാണ് പേരാമ്പ്ര വെൽഫെയർ LP സ്കൂൾ. കാരണം എല്ലാ ജാതി വിഭാഗങ്ങളും ഒത്തൊരുമയോടെ പഠിച്ച ഇന്നലകളെ റദ്ദാക്കിയാണ് ജാതി വിവേചനത്തിൻ്റെ ഇന്നുകളിലേക്ക് പൊതുബോധം പടർന്നാടുന്നത്. പണ്ടത്തെ കാട്ടിൽ അടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പം ഇവിടെ കാണുന്നത്. അതൊന്ന് ഞാളൊന്ന് മാറ്റിത്തരാൻ വേറെ ആൾക്കാർക്കൊന്നും പറ്റില്ലേ. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും ആരോപണമുണ്ട്. ഇതാണ് പേരാമ്പ്രയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. LP വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർക്കാരിൻ്റെ തന്നെ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ജാതി വിവേചനം രൂക്ഷമാകുന്നു. പറയ വിഭാഗത്തിലുള്ള കുട്ടികൾക്കായി സ്കൂളുകളിലും പുതുചാതുർവർണ്ണ്യം ചമയ്ക്കുന്നു അഭിനവ മനുമാർ. നിഷ്കളങ്കതയുടെ സംഘഗാനമാകേണ്ട ഇവരുടെ ബാല്യങ്ങളിൽ നിന്ന് സാമൂഹികതയുടെ സിംഫണി അഴിഞ്ഞുപോകുന്നു. ശബ്ദം ഒറ്റയാകുന്നു. നാളെ നമ്മത്തവർക്ക് ഉപധാര മല്ലിക മല്ലിക. പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈസ്കൂളിലെത്തിയപ്പോൾ ഇവരോട് ആരും കൂട്ടുകൂടിയില്ല. കളി പറഞ്ഞില്ല, കളിക്ക് ഒപ്പമിരുത്തിയില്ല. ഞങ്ങളെ ഭയങ്കര തടവൊന്നും സമ്മതിക്കില്ല. ഓല് പറയാൻ ഇങ്ങനെയൊക്കെ കുറേ വിളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഓലെ അടുത്ത് ഇരിപ്പിക്കാനൊന്നും സമ്മതിക്കില്ല. ടീച്ചർ പറഞ്ഞു കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്നാണ് ഇരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കുട്ടികൾ കുറേ പറയും, ചീത്തൊക്കെ പറയും, കുറേ ചീത്തൊക്കെ പറയും. ചീത്ത പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ പറയും. ഇരുന്നിട്ട് നീ ഇവിടെ ഇരിക്കേണ്ട, മറ്റേ സീറ്റിൽ പോയി ഇരുന്നാൽ പറയും. അങ്ങനെ കുറേ സ്ഥലത്ത് മാറ്റി മാറ്റി കുത്തിരിക്കും. ഞാനിപ്പോൾ ഹൈസ്കൂള് പേരാമ്പ്ര. ഇല്ല, കൂട്ടലില്ല. ഓര് പറയാ ഞങ്ങളെപ്പോഴും കളിക്കണ്ട, നീ ഒറ്റക്ക് കളിച്ചോ അങ്ങനെയൊക്കെ പറയാം. ഓർക്ക് അറപ്പ് കൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ദിവസം കുളിച്ചിട്ടാ പോക്ക്. ആ പറയും. ഓന് പറയും ഞങ്ങളുടെ കൂടെ കളിക്കണ്ട അങ്ങനെയൊക്കെ ഉണ്ട്.
ടീച്ചർ പറഞ്ഞു ഒരു കൂട്ടായിട്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ആദ്യത്തെ കുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 7-ലായിരുന്നു. ആദ്യത്തെ കുട്ടികൾ ഞങ്ങളൊക്കെ കളിക്കലുണ്ടായിരുന്നു. ഓർക്ക് അറപ്പൊന്നുമില്ല. നോട്ട് ഹോംവർക്കൊക്കെ ഏതാണുള്ളപ്പോൾ നോട്ടൊക്കെ തരും. ഇല്ല, ഇപ്പൊ പുതിയ കുട്ടികളാണ്. ടീച്ചർമാർ എന്തിനാ അറപ്പ് കാട്ടുന്ന ഓലെ നിങ്ങളെ പോലെ മനുഷ്യരൊക്കെ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുട്ടികൾക്ക് പറയും. അങ്ങനെ തന്നെ ആയിരിക്കാമല്ലോ. ഞങ്ങൾ അങ്ങനെ പോക്കില്ല. അങ്ങനൊന്നുമില്ല. ഓല ഇങ്ങോട്ടൊന്നും കയറണ്ട. ഇത് ഒരു സ്കൂളിലെ മാത്രം അവസ്ഥയല്ല. പുരോഗമനത്തിൻ്റെ ഇസ്തിരിയിട്ട ഉടുപ്പ് എത്ര എടുത്തണിഞ്ഞാലും ഒളിച്ചു വെക്കാനാകില്ല ജാതിഭ്രാന്തിൻ്റെ ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ. എൻ്റെ ഏറ്റവും ഇളയ മോളെ ഇവിടെ പൈതോത്ത് കൊടുവള്ളി സ്കൂളിൽ പഠിച്ച്. അന്നേരം 3-4 കുട്ടികളുണ്ട് വേറെ. ഞങ്ങളെ സമുദായത്തിലെ കുട്ടികൾ തന്നെ ആയിട്ടുള്ള 4 എണ്ണത്തിന് വേറെ ഒരു ബെഞ്ചിമിലിരുത്തി. അന്ന് ഒരു ദിവസം ഞാൻ കണ്ട്. അന്നേരം ഞാൻ മറ്റോളോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്, നമ്മൾ പോയി പറയണമെന്ന് പറഞ്ഞു. അന്നേരം മാഷോട് പറഞ്ഞിട്ട് മാഷ് എന്താ പറഞ്ഞാൽ കുട്ടികളെ ബെഞ്ചിമിൽ ഇരിക്കയറ്റാ, മറ്റുള്ള കുട്ടികളടുത്ത് കുട്ടികൾ ഇരിക്കയറ്റാന്ന്. അത് അടുത്ത മാഷ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇരിക്കില്ലേ. ചിലയിടത്ത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ചില ക്ലാസ് ഡിവിഷനുകളുണ്ട്. ചാതുർവർണ്ണയത്തിലെ 4-ാം തട്ട് പോലെ. അത്തരം ഡിവിഷനുകളിലേക്ക് അധ്യാപകർ വരുന്നില്ലെന്നും പരാതിയുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട ഒരാൾ കുട്ടിയുടെ ഡിവിഷൻ മാറ്റണമെന്നുള്ള ഒരു കംപ്ലയിൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. പേരാമ്പ്ര ഒരു ബേക്കറി ഉള്ള ആളാണ്. അയാൾ കംപ്ലയിൻറ്റ് DDക്കൊക്കെ കൊടുത്താണ് അങ്ങനെ ആ കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് മാറ്റി കുറേ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്കാക്കി. രക്ഷാകർത്താക്കളൊക്കെ പറയാറുണ്ട് ഞങ്ങളെ കുട്ടികൾ മാത്രം ഇങ്ങനെ ആവും. പിന്നെ കുട്ടികൾ കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട്. ഓരോ ഡിവിഷനിലെ കുട്ടികൾ കംപ്ലയിൻ്റ് അല്ലേ, ഓരോ M-ൽ N-ലൊക്കെ തന്നെ കുട്ടികൾ കംപ്ലയിൻ്റ് അധ്യാപകർ ചെയ്യലുണ്ട്. ഈ പട്ടികജാതി കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ക്ലാസ്സുകളിൽ അധ്യാപകർ അധികം ഹാജരാവാറില്ല. ഈ സാഹചര്യത്തിൽ കുട്ടികൾ നാടുവിട്ട് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ കോളനിയിൽ തന്നെയുള്ള 75% കുട്ടികളും പോയി കഴിഞ്ഞ് ഓരോ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും. കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റാനുള്ളതാണ് വിദ്യാഭ്യാസം എന്നാണ് സങ്കല്പം. എന്നാൽ സാക്ഷര കേരളം ഒരു സ്കൂളിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. കേരളം കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന നവോത്ഥാനത്തിൻ്റെ നൈതികത എവിടെയോ കളഞ്ഞുപോയിരിക്കുന്നു. കോളനി നിവാസികളാകെ ഈ വിവേചനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. പറയ വിഭാഗത്തിൽപ്പെട്ട ഈ കോളനിക്കാർ പണ്ട് നാടോടികളായിരുന്നു. ജന്മിത്വത്തിൻ്റെ അധികാര അതിരുകൾക്ക് പുറത്ത് ചുവടുറപ്പിക്കാനാകാതെ ഓടിയവർ. എവിടെയെങ്കിലും കൂര വെച്ചാൽ ജന്മിയുടെ കങ്കാണിമാർ വന്ന് പൊളിച്ചുകളയും. അങ്ങനെ ജീവിതത്തിൽ കാലുറപ്പിക്കാനാകാതെ അവർ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ 1957 കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സ്വന്തമായി ഭൂമിയും കോളനിയും ഉണ്ടായത്. അന്നാണ് ഇവിടെ സ്കൂളും പണിതത്. എന്നിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇവർ മാത്രം പൊതുസമൂഹത്തിൽ അലിയാതെ അരികുകളിൽ നിൽക്കുന്നു. എത്ര ഞാളാകാൻ ഞങ്ങൾ അടുത്ത് നിന്നാലും അകൽച്ച എത്ര നിന്നാലും അതാണ് ഞാള് കുട്ടികളെ. പക്ഷെ ഞാള് പഠിക്കുന്ന നേരത്തെ എല്ലാ ജാതികളും ഉണ്ട്. മാപ്പിളാരുണ്ട്, പൊലാരുണ്ട്, തെയ്യന്മാരുണ്ട്, നായന്മാരുണ്ട്, എല്ലാ ജാതിക്കാരുണ്ട് ഞാള് പഠിക്കുന്ന നേരത്ത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വേറെ കുട്ടികളൊന്നും ഇല്ല. നാളെ സമുദായം മാത്രം. നിങ്ങൾ കണ്ട വരുന്ന നേരത്ത് സ്കൂള് 10 കുട്ടികളുണ്ടാവും താഴെ. അത്ര ഉള്ളു കുട്ടികൾ. പറയ വിഭാഗത്തിൽപ്പെട്ടവർ പൊതു ആഘോഷങ്ങളിലും ചടങ്ങുകളിലും ബഹിഷ്കൃതരാണ്. എങ്ങും എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നവർ. ഞാളെ വിളിക്കാനില്ല. ഞാളെ വിളിച്ചാൽ അവർക്ക് നാണക്കേട. ഈ അടുത്ത് ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പൊരക്കോടുകൾ കഴിഞ്ഞിട്ടൊന്നും ഞാളെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ആ മുറ്റത്ത് കൂടെയാണ് കയറി വരുന്നത്.
പരസ്പരം അറിയുന്നതാന്ന്, തൊഴിലുറപ്പിന് ഒന്നിച്ച് പോകുന്നതാന്ന്, ഒന്നിച്ച് നടക്കുന്നതാന്ന്, ഓല വീട്ടിൽ ഞങ്ങൾ പോക്കുണ്ടോ ഒക്കെ. എന്നിട്ട് കല്യാണം ഓല വിളിച്ചിക്കില്ല, കല്യാണം വിളിച്ചിക്കില്ല, പേർക്കൂടലും വിളിച്ചിക്കില്ല. അതൊരു അകറ്റ് നിർത്തലല്ലേ ഞങ്ങളല്ലേ. മറ്റേ നമ്മളെ വിഷയൻ്റെ അവിടെ എടുത്തിന് നമ്മളെ കല്യാണം വിളിച്ച് ഞങ്ങളെല്ലാവരും പോയതാണ്. രാത്രി പോയതാണ്, പകലും പോയതാന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഓർക്കും വന്നിക്കില്ല, ഞങ്ങൾക്കും വന്നിക്കില്ല. പണ്ട് ജാതിവിരുദ്ധ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്മുറക്കാരെയും ഇന്ന് കാണാനില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടുന്നുള്ള എനിക്ക് അത് അത്ര വലിയ പരിചയമില്ല. ഞാൻ ഇന്നലെയാണ് PTA പ്രസിഡൻ്റായിട്ട് ചേർന്നത്. സാധാരണ വാർഡ് മെമ്പർമാർ മാത്രമാണ് ഈ സ്കൂളിനെ ഒരു ബോധവൽക്കരിക്കാൻ തന്നെ ബന്ധപ്പെടാറുള്ളൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ബന്ധപ്പെടാറില്ല. അവർ പറയുക കുട്ടികൾ കിട്ടിയില്ല പറഞ്ഞ് ഒഴിവാകുന്ന ഒരു സംവിധാനമാണ് ഈ കാലം അത്രയും ഉണ്ടായത്. പാർട്ടിക്കാരൊക്കെ ഒഴിഞ്ഞു മാറുന്നൊരു അവസ്ഥ. കുട്ടികൾ കിട്ടിയില്ല, അങ്ങനെയാണ് അവിടെ ഈ സ്കൂള് മറ്റേ പറയമാർ കുട്ടികൾ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും മാറുന്നൊരവസ്ഥ. പുരോഗമന നാട്യത്തിൻ്റെ അകം കിഴിക്കാൻ ഒരു ചോദ്യം മാത്രം ബാക്കിയാകട്ടെ. എത്രയും കാലമായിട്ട് എന്താ ഞങ്ങളോട് ഇങ്ങനെ കാട്ടുന്നുള്ള അതൊരു മനപ്രയാസം എനിക്ക്. 2015 ഞങ്ങളൊക്കെ വയസ്സന്മാരാകാൻ, എന്നിട്ട് ഞങ്ങൾ ഈ സമുദായത്തിനോട് മാത്രം ഇങ്ങനെ ഒരു കാര്യം കാട്ടാത്തത് എന്താണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാട്ടാളനെ മനുഷ്യനാക്കി മാറ്റാനുള്ളതാണ് വിദ്യാഭ്യാസം എന്നാണ് സങ്കല്പം. എന്നാൽ സാക്ഷര കേരളം ഒരു സ്കൂളിനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. പേരാമ്പ്ര ഗവൺമെൻറ് വെൽഫെയർ സ്കൂളിൽ നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്. പരിഷ്കൃതമെന്ന് പുറമേ തോന്നുന്നതെങ്കിലും മലയാളിയുടെ മനസ്സിൽ ജാതിചിന്ത ശക്തമായി തിരിച്ചു വരുന്നതിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് പുറത്തുവരുന്നത്. പേരാമ്പ്ര ചേർമല കോളേജിൽ നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ. ജാതിബോധത്തെ മറികടക്കാൻ കേരളം ഇനിയും എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഷഹീദിൻ്റെ ഈ റിപ്പോർട്ട്.